ഇത് കർണാടക സ്റ്റേറ്റിലെ മംഗലാപുരം ഡിസ്ട്രിക്റ്റിലെ ബെൽത്തങ്ങാടി രൂപതയിലെ ഗണ്ടിബാഗ് ഇടവകയിൽ പെട്ട സ്ഥലമാണ്. ഈ സ്ഥലത്ത് ഈ സിയോനാശ്രമം എന്നും പറഞ്ഞൊരു ആശ്രമം തുടങ്ങിയിട്ട് ഇപ്പോൾ 27 വർഷം കഴിഞ്ഞ് 28ാമത്തെ വർഷം നടക്കുന്നു. ഇതിനെ സംബന്ധിച്ച് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നടക്കാൻ വേണ്ടി തന്നെ നടക്കുന്നതും ഈ സിയോനാശ്രമത്തിൻ്റെ ഈ പ്രാർത്ഥനാലയത്തിൽ നിന്നാണ്. ഇത് 2002 ഞങ്ങളുടെ ലോറൻസ് മുക്കുഴി പിതാവ് ഇവിടെ ദിവ്യകാരുണ്യം വെച്ച് ആരാധിക്കാനായിട്ട് നമുക്ക് അനുവാദം തന്നു. അന്ന് മുതൽ ഇവിടെ നിത്യാരാധന നടക്കുന്നുണ്ട്, രാത്രിയും പകലും നടക്കുന്നുണ്ട്. ഇതിനായി ഇപ്രാവശ്യം നമ്മുടെ കഴിഞ്ഞു പോയ ഫ്രാൻസിസ് പോപ്പ് 2025 കർത്താവിൻ്റെ ജൂബിലി ആയിട്ട് എല്ലാവരും ആഘോഷിക്കണം, അത് പ്രാർത്ഥിക്കണം എന്നൊരു സന്ദേശം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സന്ദേശത്തെപ്പറ്റി നമ്മൾ കഴിഞ്ഞ 2024 ഡിസംബർ 25 മുതലൊരു പ്രാർത്ഥന തുടങ്ങി. ആദ്യം ഞങ്ങളൊരു 153 മണിക്കൂർ കണ്ടിന്യൂ ഇങ്ങനെ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ച് രാപകൽ അങ്ങനെ പ്രാർത്ഥിച്ചു. അതിനുശേഷം അതിൻ്റെ ഫോളോപ്പായിട്ട് എല്ലാ മാസവും 25 മണിക്കൂറുകൾ വെച്ച് പ്രാർത്ഥന ചെയ്തുകൊണ്ടിരുന്നു. വെള്ളിയാഴ്ച തുടങ്ങും, അത് ശനിയാഴ്ച രാവിലെ തീരുന്ന രീതിയിൽ അങ്ങനെ പ്രാർത്ഥന നടന്നു. ശേഷം 2025 മണിക്കൂർ തന്നെ ഒരു കണക്കിൽ വെച്ചുകൊണ്ട് 2025 വർഷത്തെ അതിനൊരു തുല്യമായിട്ട് സംഖ്യ ചേർത്തിട്ടാണ് ഇപ്പോൾ ഈ പ്രാർത്ഥന തുടങ്ങിയത്. ഇത് സെപ്റ്റംബർ 28 ഞങ്ങൾ ഈ പ്രാർത്ഥന തുടങ്ങിയത്. സെപ്റ്റംബർ 28 തുടങ്ങിയിട്ട് ഈ 25 പലകാല വെളുപ്പിന് 1 മണിക്ക് അത് രാത്രി 1 മണിക്ക് ആ പ്രാർത്ഥന തീരും. അങ്ങനെ 2025 മണിക്കൂർ പ്രാർത്ഥന ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ച് നമ്മുടെ ഈ ഇടവകയിൽ നിന്നും രൂപതയിൽ നിന്നും അടുത്ത രൂപതയിൽ നിന്നും പല ആൾക്കാരോട് വന്ന് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അടുത്ത രൂപം എന്ന് വെച്ചാൽ കേരളത്തിൽ നിന്ന് കണ്ണൂർ ജില്ലയിൽ നിന്നുകൊണ്ട്, എറണാകുളം ജില്ലയിൽ നിന്നുകൊണ്ട്, പല ജില്ലകളിൽ നിന്നുള്ളവർ ഇവിടെ മധ്യസ്ഥം വെച്ച് രാത്രിയും പകലും ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതിൻ്റെ മെയിൻ ഉദ്ദേശം 2025 ജൂബിലി, കർത്താവിൻ്റെ ജൂബിലി ഇങ്ങനെ പിറവി തിരുനാൾ ഇങ്ങനെ ആഘോഷിക്കുക എന്ന് വിചാരിച്ചിട്ടാണ് ഈ പ്രാർത്ഥന തുടങ്ങിയിരിക്കുന്നത്. അതിന്ന് പ്രാർത്ഥന നടന്നുകൊണ്ടുണ്ട്. ഇതിപ്പോൾ നാളത്തെ കൊണ്ട് ഈ പ്രാർത്ഥനയുടെ ഡേറ്റ് തീരും. അതിന് എല്ലാ ദിവസവും ഇവിടുത്തെ പ്രാർത്ഥന എന്ന് വെച്ചാൽ 3 മണിക്ക് കുരിശിൻ്റെ വഴി ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് 3 മണി കഴിഞ്ഞിട്ട് പിന്നെ 4 മണിക്ക് നമ്മളൊരു രക്ഷായാത്ര എന്ന് പറഞ്ഞിട്ട് വരും. ഈ കോമ്പൗണ്ടിന് ചുറ്റും ഒരു 5 റൗണ്ട് വയ്ക്കും. ഒരു റൗണ്ട് വയ്ക്കുമ്പോൾ 1 കിലോമീറ്ററോളം വരും. 5 റൗണ്ട് വെച്ച് അങ്ങനെ പ്രാർത്ഥിക്കും. പലകാലിക്ക് രാവിലെ 5 മണിക്ക് ജെറീക്കോ പ്രാർത്ഥന ഈ ചാപ്പലിനകത്ത് തന്നെ മുട്ടയിൽ നീന്തിക്കൊണ്ട് എല്ലാവരും കുരിശും പിടിച്ചുകൊണ്ട് ഒരു രാവിലെ പ്രാർത്ഥന അതുണ്ടാവും. ബാക്കിയുള്ള സമയങ്ങളിൽ മധ്യസ്ഥ പ്രാർത്ഥനയും ബൈബിൾ വായനയും. അപ്പോൾ കൂടുതലും ബൈബിളിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. പിന്നെ കൊന്ത ചൊല്ലൽ. പിന്നെ എല്ലാ ദിവസവും 12 മണിക്ക് ഇവിടെ ദിവ്യബലി ഉണ്ടാവും, കുർബാന ഉണ്ടാവും. ആ കുർബാനയിലെല്ലാം വേറെ പുറമേ നിന്ന് ഓരോരോ അച്ഛന്മാർ വന്നിട്ട് ഇന്നേ വരെ സഹകരിച്ച് എല്ലാവരും ചെയ്തു. ഇന്നായിരുന്നു ജെറിക്കോ പ്രാർത്ഥനയുടെ ഏറ്റവും ലാസ്റ്റ് ദിവസം. അപ്പോൾ ആ ലാസ്റ്റ് ദിവസം അതിൻ്റെ പേരിൽ ഇന്ന് ഞങ്ങൾ 7 റൗണ്ട് ഈ കോമ്പൗണ്ടിന് ചുറ്റും 7 അച്ഛന്മാർ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് പിടിച്ചുകൊണ്ട് ഇന്ന് യാത്ര ചെയ്തു. ഇന്ന് ആ പ്രാർത്ഥന ഇന്ന് തീർന്നു. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ പോകുന്നത്. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയും കാര്യങ്ങളും ഞങ്ങൾക്ക് എപ്പോഴും വേണം. നിങ്ങളുടെ സഹകരണവും മധ്യസ്ഥവും പ്രാർത്ഥിക്കുന്നു. സഭയുടെ മെയിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്നാ വെച്ചാൽ സഭ വളരണം. കർത്താവിൻ്റെ വചനം 2033 ലോകമെമ്പാടും പ്രചരിക്കണം. കർത്താവിൻ്റെ വചനം എല്ലാവരും അറിഞ്ഞിരിക്കണം.